നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 ചൊവ്വാഴ്ചയാണ്. IT സ്റ്റോക്കുകളിലുണ്ടായ ഇടിവ് വലുതായി തന്നെ നിഫ്റ്റിയെ ബാധിച്ചു. പ്രത്യേകിച്ച് TCS ഇന്നലെ 1.5% ഇടിഞ്ഞിരുന്നു. നിഫ്റ്റി ബാങ്ക് 0.8%, മിഡ് ക്യാപ്പ് 0.84% ഇടിയുകയുണ്ടായി. ഇന്ത്യൻ വിപണിയെക്കുറിച്ച് പൊതുവിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇടിവിലാണ്. കൂടാതെ 2 മാസത്തെ താഴ്ന്ന നിലയിലായിട്ടുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ വിപണി ഇപ്പോൾ നല്ല ഇടിവിലാണെങ്കിലും US വിപണിയുടെ കാര്യം വ്യത്യസ്തമാണ്. തിങ്കളാഴ്ച S&P 500 നേരിയ നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതോടെ തുടർച്ചയായ 6ാമത്തെ ദിവസവും റെക്കോർഡ് ക്ലോസിംഗ് ആണ് S&P 500 രേഖപ്പെടുത്തിയത്. കൂടാതെ നാസ്ഡാക്കും റെക്കോർഡ് ക്ലോസിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനുമായുള്ള പുതിയ വ്യാപാര കരാർ പ്രഖ്യാപിച്ചത്. ഇറക്കുമതി തീരുവ 15% കുറച്ചു. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ സെറ്റിലായിട്ടുണ്ട്. കൂടാതെ ജപ്പാനും ഇന്തോനേഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇതിനോടകം വ്യാപാര കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ തന്നെയാണ്. വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയുമായി ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റോക്ക്ഹോമിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി US വിപണിയെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു ആഴ്ച തന്നെയാണിത്. 2 ദിവസത്തെ യോഗത്തിന് ശേഷം ബുധനാഴ്ച ഫെഡറൽ റിസർവ് പലിശ നിരക്ക് തീരുമാനം പ്രഖ്യാപിക്കും. പലിശ നിരക്കിൽ മാറ്റം വരുത്തില്ല എന്ന് തന്നെയാണ് ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത കൂടി ഈ ആഴ്ചയ്ക്കുള്ളത്, S&P 500-ലെ 150-ലധികം വരുന്ന കമ്പനികൾ ഈ ആഴ്ച അവരുടെ ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ബുധനാഴ്ച മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ മാഗ്നിഫിസന്റ് 7 കമ്പനികളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതേസമയം ആമസോണും ആപ്പിളും ഉൾപ്പെടെയുള്ള കമ്പനികളുടെ റിസൾട്ട് വരുന്നത് വ്യാഴാഴ്ചയാണ്. ഇനി US ലിസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട ധാരാളം കമ്പനികൾ ഇന്നലെ ഇടിയുകയുണ്ടായി. ഇൻഫോസിസ് 1.21% ഇടിഞ്ഞപ്പോൾ വിപ്രോ ആണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്, 5.46%. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.76% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.36% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.20% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. യൂറോപ്യൻ വിപണിയിലേക്ക് വരാം. USഉം യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ട്രേഡ് ഡീലിന് ശേഷം ഇന്നലെ ഓപ്പൺ ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയായിരുന്നു. അവിടെ ഇന്നലെ വേഴ്സ്റ്റ് പെർഫോമേഴ്സായി മാറിയത് ഓട്ടോ സ്റ്റോക്കുകളായിരുന്നു. 1.8% ഇടിഞ്ഞു. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിൻ ഇപ്പോൾ ഏറെക്കുറെ 1,17,000 എന്ന റേഞ്ചിൽ തന്നെയാണുള്ളത്. പക്ഷേ ഗോൾഡ് പ്രൈസുകൾ നമുക്കൊന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. കാരണം 3 ആഴ്ചത്തെ താഴ്ന്ന നിലയിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.6% ഇടിഞ്ഞു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 73,280 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ഞായറാഴ്ചത്തെ USഉം യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ട്രേഡ് ഡീലിന് ശേഷം ഇന്നലെ ഓയിൽ പ്രൈസുകൾ 2% നേട്ടമുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.32% ഇടിവിലും WTI 0.07% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. ജൂണിലെ സാമ്പത്തിക അവലോകനത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. വളർച്ച ആശങ്കകളാണ് ആദ്യം തന്നെ പറയുന്നത്. ക്രെഡിറ്റ് വളർച്ച മന്ദഗതിയിലാകുന്നു. ബാങ്ക് വായ്പ വളർച്ച ഒരു വർഷം മുൻപുള്ള 13.9% നിന്ന് 10.4% ജൂൺ മാസത്തിൽ കുറഞ്ഞു. ജൂൺ 27 വരെയുള്ള കണക്കാണിത്. ദുർബലമായ സ്വകാര്യ നിക്ഷേപമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. സ്വകാര്യ മേഖലയിലെ മൂലധന ചെലവുകളുടെ അഭാവം ഭാവി വളർച്ചയെ പരിമിതപ്പെടുത്തിയേക്കാം. ഇനി ജൂൺ മാസത്തിലെ കയറ്റുമതി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കയറ്റുമതിയും സമ്മർദ്ദത്തിൽ തന്നെയാണ്. ജൂൺ മാസത്തിലെ കയറ്റുമതിയിൽ ഒരു ഇടിവാണ് കാണുന്നത്. ചരക്ക് കയറ്റുമതി $35.14 ബില്യൺ കുറഞ്ഞു. കൂടാതെ US എക്കോണമിയിലുള്ള മാന്ദ്യം ഇന്ത്യൻ വിപണിയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ആഗോളതലത്തിൽ തിരിച്ചടികൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി തുടരുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഇൻഡസിൻഡ് ബാങ്ക്. നെറ്റ് പ്രോഫിറ്റിൽ 68.2% ഇടിവാണ് ഇപ്പോൾ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 684.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 14.2% ഇടിവ് രേഖപ്പെടുത്തി. 4,639.8 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. പ്രീ പ്രൊവിഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഇടിവ് തന്നെയാണ്. 32.5% ഇടിവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 65.5% വർധനവ് വന്നു. അടുത്തതായി ഗെയിൽ ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 25.5% ഇടിവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. റവന്യൂവിൽ 1.6% വർധനവ് വന്ന് 35,310.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. വാരി എനർജീസ് ആണ് മറ്റൊരു നല്ല പെർഫോമൻസ് നടത്തിയ ഒരു സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ Q1 റിസൾട്ട് നല്ലതായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 89% വർധനവ് രേഖപ്പെടുത്തി. 745.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 29.8% വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു സ്റ്റോക്ക് പ്രദീപ് ഫോസ്ഫേറ്റ്സ് എന്ന കമ്പനിയാണ്.
നെറ്റ് പ്രോഫിറ്റിൽ 47 മടങ്ങിൻ്റെ ഒരു വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 256 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. അതായത് മികച്ച ഒരു വർധനവ് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 57.9% വർധനവ് രേഖപ്പെടുത്തി 3754 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. അടുത്തത് NTPC ഗ്രീൻ എനർജി എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 59% വർധനവ് രേഖപ്പെടുത്തി 220.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.6% വർധനവ് രേഖപ്പെടുത്തി 680.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 35% ഇടിവ് രേഖപ്പെടുത്തി റവന്യൂവിൽ 11.4% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റിൽ 35.8% വർധനവ് രേഖപ്പെടുത്തി 66.1 കോടി രൂപയിലാണ് റെയിൽടെലിൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 33.3% വർധനവ് രേഖപ്പെടുത്തി 743.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് അദാനി ടോട്ടൽ ഗ്യാസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 3.8% ഇടിവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 20.9% വർധനവ് രേഖപ്പെടുത്തി. അടുത്തത് KEC ഇൻ്റർനാഷണൽ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 42.3% വർധനവും 124.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.3% വർധനവ് രേഖപ്പെടുത്തി 5022.9 കോടി രൂപയിലാണ് റവന്യൂ രേഖപ്പെടുത്തിയത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. ഇന്ന് റിസൾട്ട് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറയാം. ലാർസൻ ആൻഡ് ടൂബ്രോ, NTPC, ഏഷ്യൻ പെയിൻറ്റ്സ്, ആംബർ എന്റർപ്രൈസസ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ദിലീപ് ബിൽഡ്കോൺ, ദീപക് ഫെർട്ടിലൈസേഴ്സ്, GMR എയർപോർട്ട്, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്, ഇന്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ, ജൂബിലന്റ് ഫാർമോവ, പിരാമൽ എന്റർപ്രൈസസ്, സ്റ്റാർ ഹെൽത്ത്, ത്രിവേണി എഞ്ചിനീയറിംഗ്, വരുൺ ബിവറേജ്, വെൽപ്സൺ കോർപ്പ് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 1 മാസം മാത്രമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കോഴ്സിൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ ഈ കോഴ്സ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIIs ഇന്നലെ തിങ്കളാഴ്ച 6082 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIs ആവട്ടെ 6765 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അതായത് ഏകദേശം കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് FIIs കണ്ടിന്യൂസ് സെല്ലിങ്ങിൽ തന്നെയാണ്. ഏകദേശം 19,000 കോടിക്ക് മുകളിൽ അവർ സെല്ല് ചെയ്ത് കഴിഞ്ഞു ഏഷ്യൻ വിപണിയിലേക്ക്. പ്രധാനപ്പെട്ട ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്ന് ഇടിവോടുകൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.68% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.12% ഇടിവിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.88% ഇടിവിൽ. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് 24,668 എന്ന നിലയിൽ 40 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 30 മുതൽ 35 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 24,681 156 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ആദ്യം നമുക്ക് പറയാനുള്ളത് പ്രീവിയസ് ഡിമാൻഡ് സോൺ ആയിട്ടുള്ള 24,750 മുതൽ 24,812 വരെയുള്ള ആ ഒരു ഡിമാൻഡ് സോൺ ഇതോടെ ബ്രേക്ക് ആയിട്ടുണ്ട്. അതായത് അടുത്തതായി ഇനി നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത് ഡൗൺ സൈഡിൽ 24,450 മുതൽ 24,500 വരെയുള്ള സോൺ തന്നെയായിരിക്കും. അതായത് ഈ ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ ഏറ്റവും ലോവർ എൻഡിൽ വരാനുള്ള സാധ്യതകളാണുള്ളത്. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രീവിയസ് ഉള്ള ആ ഒരു ഡിമാൻഡ് സോൺ തന്നെയാണ്. അതൊരു റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുമോ എന്ന് തന്നെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കേണ്ടത്. ഇനി ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഡൗൺ സൈഡിൽ വാച്ച് ചെയ്യേണ്ടത്. 100 ഡേ EMA ഉള്ളത് 24,580 ജൂൺ മാസത്തെ ലോ ആയിട്ടുള്ള ലെവൽ 24,470 RSI 40 താഴെയായിട്ട് എത്തിയിരിക്കുന്നു. ഇതെല്ലാം ബിയറിഷ് സെന്റിമെന്റ്സ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,650 സ്ട്രൈക്കിൽ 74% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ കോൾ സൈഡിൽ 908% നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്ത 24,600 സ്ട്രൈക്കിൽ 51% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 341% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. 24,700 സ്ട്രൈക്കിൽ 2% വർധനവ് പുട്ട് സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 546% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. ബാങ്ക് നിഫ്റ്റിയിലേക്ക്
56,085 444 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ആ ഒരു ചാനൽ പാറ്റേണിൽ നിന്നും താഴേക്ക് ഡൗൺ ആയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിൽ 55,970 ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000. ഇനി ഇന്ത്യ വിക്സ് ഇന്നലെ 12 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം 7% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇന്നിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.